ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ് ഇത്. 2-3 സ്റ്റെപ്പ് ചെയ്യാനുണ്ടെന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതിന് നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കതിങ്ങനെ വീട്ടിൽ നിന്ന് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റായിട്ട് തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ഇത് മാരിനേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ നോർമലായിട്ടുള്ള രീതിയിൽ കുറച്ച് സോയാ സോസും പിന്നെ ചിക്കൻ മസാല, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, വിനാഗിരി, പിന്നെ കുറച്ച് കോൺഫ്ലവറും കൂടി ചേർത്തിട്ടാണ് ഇത് മാരിനേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് എല്ലില്ലാത്ത ചിക്കനാണ്. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ പീസാക്കിയാൽ നമുക്ക് മസാല പിടിക്കാനും പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാനൊക്കെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ വലിയ പീസായാലും കുഴപ്പമൊന്നുമില്ല, അത് ഫ്രൈ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്കുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു കട്ടറിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ സൈസിലും കനത്തിലും നമുക്ക് കിട്ടും. അപ്പോൾ ഇതില്ലാത്തവർ നമുക്ക് നോർമലി കട്ട് ചെയ്തെടുക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ പൊട്ടാറ്റോസും കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അത് തിളക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഓവറായിട്ട് തിളപ്പിച്ചെടുക്കരുത്. ഓവറായിട്ട് തിളച്ചാൽ അത് വെന്ത് പോവും. പിന്നെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോവും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പെട്ടെന്ന് ഫസ്റ്റ് തിള വന്നാൽ തന്നെ നമ്മളൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് വെള്ളവും പോയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുക കേട്ടോ. ഈ ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പിക്ക് വേണ്ടി ചെയ്യാനുള്ളത് അത്രേ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ്. ആവശ്യമുള്ള ടൈമിൽ അതെടുത്തിട്ട് ഇതുപോലെ കോൺഫ്ലവറിൽ മിക്സ് ചെയ്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് കോൺഫ്ലവറൊക്കെ തിരുമ്മിയിട്ട് നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഇതിലേക്കുള്ളൊരു വൈറ്റ് സോസ് തയ്യാറാക്കാനാണ്. അപ്പോൾ അതിനായിട്ട് ഒരു സോസ് പാനിൽ 2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മെൽറ്റായി വരുന്നതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ മൈദ മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മൈദ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് കട്ടയൊന്നുമില്ലാതെ ജോയിൻ്റ് ആക്കി എടുക്കണം കേട്ടോ. അത് ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ കട്ട പിടിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഈ ബട്ടറും മൈദയും കൂടി കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോയതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 250 ml 2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇത്രയും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അളവ് കുറച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ ബട്ടറും 1 ടീസ്പൂൺ മൈദയാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് പാല് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് ഒരു കുറുകി വരും. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കുക. സ്ലൈസഡ് ചീസ് ആണെങ്കിൽ 2 ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതല്ല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മൊസറല്ല ചീസാണ് നമ്മൾ പിസക്കൊക്കെ യൂസ് ചെയ്യൂലേ, ആ ഒരു ചീസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് കംപ്ലീറ്റ് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ.
ഇപ്പോൾ ഇതാ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ചീസൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ ഒറിഗാനോയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള വൈറ്റ് സോസ്. ഈ ഒരു തിക്കിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇതിലേക്കായി ഓവറായിട്ട് തിക്കാവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാല് കൂട്ടി കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലോണം ചൂടായ എണ്ണയിലിട്ടിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുത്ത സമയത്ത് തന്നെ ഇളക്കരുത്. കാരണം നമ്മളിത് കോൺഫ്ലവറിൽ കോട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് അത് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് മാത്രം ഇളക്കിയിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത പൊട്ടാറ്റോസൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് ആകുമ്പോൾ കേട്ടോ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റേണ്ടത്. അപ്പോൾ എല്ലാ ഫ്രഞ്ച് ഫ്രൈസും ഫ്രൈ ചെയ്തതിന് ശേഷം സെയിം ഓയിലിൽ തന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോഡഡ് ഫ്രൈസ് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതാ എല്ലാം തന്നെ ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഫസ്റ്റായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ്. പിന്നെ ഇതാ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ചിക്കന് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്, ഒറിഗാനോ, പിന്നെ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇതാ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവാളയുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് റെഡ് ചില്ലി മയോണൈസ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള വൈറ്റ് സോസും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇത് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കുറച്ച് സോസ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ റെഡ് ചില്ലി മയോണൈസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ പല വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത്. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് ഇതാ ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ക്യാപ്സിക്കവും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ സവാളയും ക്യാപ്സിക്കൊക്കെ ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കരുത് കേട്ടോ, കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുത്തതിന് മുകളിലായിട്ട് കുറച്ചും കൂടെ സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് മയോണൈസും പിന്നെ വൈറ്റ് സോസും കൂടെ ചേർത്ത് കൊടുക്കുക. വൈറ്റ് സോസ് ഇതിലേക്ക് കുറച്ച് അധികം ചേർത്ത് കൊടുക്കണം കേട്ടോ. വൈറ്റ് സോസാണ് ഈ ഒരു ലോഡഡ് ഫ്രൈസിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ അതും കൂടെ എല്ലാ ഭാഗത്തും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുകളിൽ കുറച്ച് സവാളയും കുറച്ച് ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതാ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് കുറച്ച് ഒറിഗാനോയും പിന്നെ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഈ ഒരു ലോഡഡ് ഫ്രൈസിൽ ചേർത്ത് കൊടുക്കുന്നത്.
അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുക. പിന്നെ ഇത് ഒന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കഴിക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ലോഡഡ് ഫ്രൈസ് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കാൻ, കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.